നിർത്താതെയുള്ള ഫോൺ റിങ് കേട്ടാണ് ജിത്തു കണ്ണു തുറന്നത്. ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളായിരുന്നു. അവൻ അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ശേഷം ഫോൺ ബെഡിലേക്ക് വെച്ച് ബാത്റൂമിലേക്ക് പോയി. വാഷ് ബേസിന് മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കിയ ജിത്തു ഞെട്ടി. അമ്മേ! അവൻ അറിയാതെ തന്നെ വിളിച്ചുപോയി. സ്വന്തം രൂപം കണ്ട് കണ്ണും തള്ളി നിന്നു. ആരാ ഇതിന് പിന്നിലെന്ന് അവൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല. ജിത്തു ഒന്നും നോക്കാതെ നേരെ താഴേക്കോടി. ദിവി! സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടെ ജിത്തു വിളിച്ചതും ഉമ്മറത്ത് മുത്തച്ഛനോട് സംസാരിച്ചിരുന്ന ദിവ്യയും ധ്രുവും പരസ്പരം നോക്കി. ദിവി! ധ്രുവ ഒന്ന് നീട്ടി വിളിച്ചു. ഒന്നും നോക്കണ്ട, ഓടിക്കോ! അതും പറഞ്ഞ് ധ്രുവിന്റെ കയ്യും പിടിച്ച് ദിവ്യ ഓടി. കാര്യമൊന്നും അറിയില്ലെങ്കിലും ധ്രുവൻ കട്ടയ്ക്ക് കൂടെ ഓടുന്നുണ്ട്. ജിത്തുവിന്റെ ശബ്ദം കേട്ടതും പല ജോലികളിൽ മുഴുകി നിന്നവരും അടുക്കളയിൽ ജോലിയിലായിരുന്ന അമ്മമാരും മുത്തശ്ശിയും ദേവികയും ഉമ്മറത്തിരുന്ന മുത്തശ്ശനും ഹാളിലേക്ക് എത്തി. ഹാളിലേക്ക് വന്ന എല്ലാവരും ജിത്തുവിന്റെ കോലം കണ്ടതും വാ പൊളിച്ചു നിന്നു. കുറച്ചു മുമ്പുണ്ടായിരുന്ന ദിവ്യയുടെ ശാന്തത പിള്ളേർക്ക് മനസ്സിലായി. അവർ പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. എന്തു കോല ജിത്തു ഇത്? ദീപ്തി ചോദിച്ചു. എവിടെ അമ്മയുടെ മോള്? അവളുടെ പണിയായത്. എന്റെ കൈ കിട്ടിയ കൊല്ലും ഞാൻ ആ കുട്ടിപ്പിശാചിനെ. ജിത്തു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ നിന്ന് കാല് കഴിക്കേണ്ട ജിത്തൂട്ട, നിന്റെ വിളി വന്നപ്പോഴേ അവൾ ഓടി. ചിരിയോടെ മുത്തശ്ശൻ പറഞ്ഞത് എല്ലാവരും ജിത്തുവിനെ തന്നെ നോക്കി. അവിടെ ഇപ്പൊ പൊട്ടും എന്ന ഭാവമാണ്. അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ദേവൂട്ട ഉറക്കം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. ഹാളിൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടതും അവനൊന്ന് ഞെട്ടി. പിന്നെ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ നിലത്തേക്കിരുന്ന് ഒറ്റ ചിരിയായിരുന്നു. അവന്റെ ചിരി കണ്ടതും അതുവരെ പിടിച്ചു നിന്ന ഹരിയും നന്ദനും ധ്യാനും ദേവികയും ചിരി തുടങ്ങി. അതുകൂടെ ആയതും പുറകെ അച്ഛനമ്മമാരും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ചിരി തുടങ്ങി. ഒടുവിൽ അതൊരു കൂട്ടച്ചിരിയിലേക്ക് നീണ്ടു. അതോടെ ജിത്തു കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. കുറച്ചു കഴിഞ്ഞത് എല്ലാവരും ചിരി കൺട്രോൾ ചെയ്ത് നിർത്തി. ജിത്തു പിണക്കത്തോടെ എല്ലാവരെയും നോക്കി. പിണങ്ങാതെ ജിത്തൂട്ടാ, അവൾ കുഞ്ഞല്ലേ. ധ്യാനാണ്. ഉവ്വ, കുഞ്ഞ്. നിങ്ങളെല്ലാം കൂടി അവളെ കൊഞ്ചിച്ച് വഷളാക്കിയത്. ജിത്തു അപ്പോഴും കലിപ്പിലാണ്. പോട്ടടാ, ഹരി പറഞ്ഞു. മതി മതി ജിത്തുടാ, നീ ചെന്ന് കുളിച്ചു വാ, ആഹാരം കഴിക്കാം, സേതു പറഞ്ഞു. അമ്മ ആഹാരം എടുത്തു വെച്ചോ, ഇവനെ കുളിപ്പിച്ചെടുക്കുന്ന കാര്യം ഞങ്ങളേറ്റു. കുളത്തിലൊന്ന് മുക്കിയെടുക്കണം. ധ്യാനാണ്. കുളത്തിലോ? ജിത്തു അന്തം വിട്ടു. ഹരിയും പറഞ്ഞു. ഞാനില്ല, തണുപ്പാ. ജിത്തു കുളിരുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നീയുണ്ട്, വാടാ ഇവിടെ. അതും പറഞ്ഞ് ജിത്തുവിനെ ധ്യാൻ തൂക്കിയെടുത്ത് തോളിലിട്ട് മുന്നോട്ടേക്ക് നടന്നു. എടാ IPS ചേട്ടാ, നിലത്ത് നിർത്തടാ. ഒന്നുമില്ലേലും ഞാനൊരു ഡോക്ടറല്ലേ, ഇങ്ങനെയൊക്കെ എടുത്ത് എന്റെ വില കളയാതടാ. ജിത്തു കുതറിക്കൊണ്ട് പറഞ്ഞു. അടങ്ങി കിടക്കട കോപ്പ അവിടെ. ധ്യാൻ കലിപ്പായി. അവർ പോകുന്നതൊന്ന് നോക്കി നിന്ന ശേഷം ഹരിയും നന്ദനും പുറകെ ഓടി. എല്ലാം കൂടെ കൂടിയ പ്രായത്തെക്കുറിച്ചൊരു ബോധവും ഇല്ല. ഒരു കൊച്ചിന്റെ അച്ഛനായവനാ ആ ചാടിത്തുള്ളി പോയത്. അവർ പോയ വഴിയെ നോക്കി വിശ്വനാഥൻ പറഞ്ഞു. എല്ലാവരും ചിരിയോടെ അത് നോക്കി നിന്നു. ജിത്തുവിനെ വെള്ളത്തിൽ മുക്കിയെടുത്ത് തിരികെ വന്നപ്പോഴേക്കും ദിവ്യയും ധ്രുവും മടങ്ങിയെത്തിയിരുന്നു. പിന്നെ തറവാടിന് ചുറ്റും ശയന പ്രദക്ഷിണ ആയിരുന്നു. ദിവ്യയും ജിത്തുവും ഓടിത്തളർന്നപ്പോ രണ്ടും ഒരുമയോടെ ഉമ്മറത്ത് വന്നിരുന്നു. ബാക്കി എല്ലാവരും അതൊരു ചിരിയോടെ നോക്കി നിന്നു. അന്നത്തെ ദിവസം എല്ലാവരും അവിടെ തന്നെ ചിലവഴിച്ചു. കുറെ നാളുകൾക്ക് ശേഷം കുടുംബം മൊത്തം ഒത്തുകൂടിയതും ഉത്സവ പ്രതീതിയായിരുന്നു അവിടെ. എല്ലാത്തിനുമൊപ്പം ദിവ്യയുടെയും ധ്രുവിന്റെയും ദേവൂട്ടന്റെയും കുറുമ്പുകൂടിയായതും വീട് ഉണർന്നു. രാത്രി ആഹാരം കഴിച്ച ശേഷം എല്ലാവരും കളിയും ചിരിയും ഒക്കെ ആയി കൂടി. ഒടുവിൽ സേതു വന്ന് ഓടിച്ചപ്പോഴാണ് എല്ലാം മുറിയിലേക്ക് പോയത്. ദിവ്യ മുറിയിൽ ചെന്ന് മൊത്തത്തിലൊന്ന് നോക്കി. എല്ലാ മുറികളും ഒരുപോലെയാണ് പണിതിരിക്കുന്നത്. എന്നാൽ ദിവ്യയുടെ മുറി അവളുടേതായ ചില കലാവിരുതുകളുണ്ട്. മുറിയുടെ ഒത്ത നടുക്ക് കട്ടിൽ. അതിനൊരു പ്രത്യേകതയുണ്ട്. കട്ടിലിന്റെ 4 കാലുകൾ മുകളിലേക്ക് തൂണുപോലെ നീണ്ടിരിക്കുന്നു. അതിന് മുകളിൽ ചതുരാകൃതി യോജിക്കുന്നു. മണിയറ ഒരുക്കുമ്പോൾ മുല്ലപ്പൂക്കൾ തൂക്കുന്നത് പോലെ നിറയെ വെള്ളയും ചുവപ്പും നിറഞ്ഞ മുത്തുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ദിവ്യയുടെ ഇഷ്ടനിറം വൈറ്റ് ആൻഡ് റെഡ് ആണ്. അതുകൊണ്ട് തന്നെ റൂം മൊത്തം ആ കളർ തീമാണ്. കർട്ടൻസ് എല്ലാം വെള്ള നിറമാണ്. ടേബിളിൽ വെള്ള ഓർക്കിഡ് പൂക്കൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഭിത്തിയിൽ നിറയെ അവളുടെ സിംഗിളായതും കുടുംബത്തോടെ ഉള്ളതുമായ ഫോട്ടോസ് നിറഞ്ഞു നിൽക്കുന്നു. റൂം മൊത്തത്തിൽ നന്നായി ഒതുക്കി വെച്ചിട്ടുണ്ട്. അയ്വാ, ഇതെന്റെ റൂം തന്നെയാണോ? എന്തൊരു വൃത്തി! ദേവി വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു. റൂം മൊത്തം ഒന്ന് വീഴ്ച ശേഷം ഒറ്റ വീഴ്ചയായിരുന്നു ബെഡിലേക്ക്. ഉടൻ തന്നെ ഉറക്കവും തുടങ്ങി. അത് പിന്നെ ബെഡ് കണ്ട പിന്നെ കൊച്ച് സ്വന്തം വീട്ടുകാരെ പോലും തിരിഞ്ഞു നോക്കില്ല. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ. ആരും നോക്കണ്ട, ദിവ്യയുടെ റിംഗ് ടൂണാണ്. പിള്ളേർ സെറ്റ് വിളിക്കുമ്പോൾ തിരിച്ചറിയാനെ പ്രത്യേകം സെറ്റാക്കിയതാണ്. ഫോൺ ഒരു 4-5 തവണ റിങ് ചെയ്തിട്ടും ദിവ്യയ്ക്ക് ഒരു കുലുക്കവുമില്ല. 6ാമത്തെ തവണ റിങ് ചെയ്തതും പുതപ്പിനുള്ളിൽ നിന്ന് കൈ മാത്രം പുറത്തേക്കിട്ട് ടേബിളിലിരുന്ന
ഫോൺ എടുത്തവൾ ചെവിയോട് ചേർത്തു. ഹലോ, ആരാ? ഉറക്കപ്പിച്ചിൽ ആരാന്ന് പോലും നോക്കാതെ അവൾ ചോദിച്ചു. നിന്റെ ചത്തുപോയ കിളവൻ താത്ത, എഴുന്നേക്കടി എരപ്പേ. മറുവശത്ത് നിന്നുള്ള ആട്ടല് ദിവി ചാടി എഴുന്നേറ്റു. കൊച്ചിന്റെ ഉറക്കമൊക്കെ ഫ്ലൈറ്റ് പിടിച്ചുപോയി. ദിവി വേഗം ഫോൺ ഡിസ്പ്ലേ നോക്കി. നാത്തൂ എന്ന പേരിനൊപ്പം മാളുവിന്റെ ചിരിക്കുന്ന ഫോട്ടോ കൂടി കണ്ടത് ദിവി ചിരിയോടെ ഫോൺ ചെവിയോട് ചേർത്തു. ഗുഡ് മോർണിംഗ് നാത്തൂ. ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയടി അലവലാതി. ടൈം നോക്കടി കോപ്പേ, 12 മണിയായി. മാള് പറഞ്ഞത് ദിവി ഞെട്ടി ക്ലോക്കിലേക്ക് നോക്കി. ഓ മൈ മഹാദേവാ, ഇത്ര നേരമായോ? ദിവി പിറുപിറുത്തു. എന്താടി, തറവാട്ടി ചെന്നപ്പോ ഞങ്ങളെ മറന്നോ? മാളു ചോദിച്ചു. പിണങ്ങാതെടാ, സത്യത്തിൽ ഇന്നലെ വന്നത് മുതൽ വിശേഷം പറച്ചിലായിരുന്നു. അതാ സോറി. അയ്യേ, ചുമ്മാ സെന്റി ആകാതെ പെണ്ണെ, നിന്നെ വല്ലാതെ മിസ് ചെയ്തു അതാ. പിന്നെ ഞാനിവിടെ ഹോസ്റ്റലിൽ പോസ്റ്റല്ലേ. അപ്പൊ നീ വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ മിത്തുവിനെ വിളിച്ചിരുന്നു. അമ്മമ്മ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പോക്ക് ക്യാൻസൽ ആക്കി. അതേതായാലും നന്നായി. എന്നാ നമുക്കിന്ന് ബീച്ചിൽ പോയാലോ? ഇന്നോ? നമ്മള് മാത്രോ? ആ, ഞാൻ ഏട്ടന്മാരെയും കൂട്ടാം. നീ ആഹുവിനോട് ഋതുവിനോടും പറ. ഋതുവിനോട് പറയാം, പക്ഷെ ആഹു അങ്കിൾ വന്നിട്ടുണ്ട്, സോ അവൾ വരുമെന്ന് തോന്നില്ല. ആണോ? എന്നാ നീ ഋതുവും വാ. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം ഞാൻ വിളിച്ചു പറയാം. ഓക്കേടാ, എന്നാ ഞാൻ ഫ്രഷ് ആയിട്ട് ഏട്ടന്മാരെ ചാക്കിട്ട് പിടിക്കട്ടെ. അതും പറഞ്ഞ് ദിവ്യ കോൾ കട്ടാക്കി ബാത്റൂമിലേക്ക് ഓടി. ഫ്രഷായി താഴേക്ക് ചെന്ന് പോരാളിയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനും വാങ്ങി. പിന്നെ നല്ല ചൂട് പുട്ട് കടലയും തട്ടി ഏട്ടന്മാരുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. മിഷ ഏട്ടന്മാരെ കുപ്പിയാക്കാൻ ധ്രുവം കട്ടയ്ക്ക് കൂടെയുണ്ട്. ധ്യാനെ, നന്ദനെയും ഹരിയെയും വിജയകരമായി കുപ്പിയിലാക്കി രണ്ടും ജിത്തുവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. വാതിൽപ്പടിയിലെത്തി തല മാത്രം അകത്തേക്കിട്ട് നോക്കി. ജിത്തു കാര്യമായി ഏതോ മെഡിക്കൽ ഫയൽ നോക്കുവാണ്. എടി, ഏട്ടൻ ഫയൽ നോക്കുക. ഇപ്പൊ അങ്ങോട്ട് പോണോ? ധ്രുവ് ചോദിച്ചു. ഇപ്പൊ പോയില്ലേ ഒന്നും നടക്കില്ല. ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം, നീ കൂടെ നിന്നാ മാത്രം മതി. ദിവി പറഞ്ഞു. എന്നാ ഓക്കെ, ധ്രുവ് പറഞ്ഞു. ഡോക്ടറേ. ദേവി 32 പല്ലും കാട്ടി ഇളിച്ചോണ്ട് വിളിച്ചു. എന്താടി? ഫയലിൽ നിന്ന് മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്ന ദിവ്യ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ജിത്തു ചോദിച്ചു. ഈ ഏട്ടൻ തിരക്കിലാണോ? നന്നായി ചിരിച്ചുകൊണ്ട് ദിവ്യ വീണ്ടും ചോദിച്ചു. നീ കാര്യം പറ ദിവി. ജിത്തു അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അവന്റെ മുഖം കണ്ടതും അവൻ കാര്യമായ ജോലിയിലാണെന്ന് ദിവ്യക്ക് മനസ്സിലായി. അത് പിന്നെ ഡോക്ടറെ, നമുക്കൊന്ന് പുറത്തു പോവാം, ദിവ്യ കൊഞ്ചലോടെ പറഞ്ഞു. പുറത്തോ? എവിടെ പോവാൻ? ജിത്തു നെറ്റി ചൊളിച്ചു. ബീച്ചിൽ പോവാൻ ജിത്തു ഏട്ടാ. വലിയേട്ടനും നന്ദനാണ്, ഏട്ടനും ധ്യാൻ, ഹരിയേട്ടനും ഒക്കെ ഉണ്ട്. വാ ഏട്ടാ, ധ്രുവ പറഞ്ഞു. ഞാനില്ലടാ, നിങ്ങൾ പോയി വാ, ജിത്തു പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഡോക്ടർ ഇല്ലാതെ ഞങ്ങൾ പോവില്ല, ദിവ്യ പറഞ്ഞു. എന്നാ മറ്റൊരു ദിവസം പോവാ, ഇന്നെന്തായാലും ഞാനില്ല, ജിത്തു പറഞ്ഞു. പറ്റില്ല, ഇന്ന് തന്നെ പോണം, ജിത്തേട്ടൻ വരണം, വാ ഡോക്ടറെ. ദിവ്യ വീണ്ടും കെഞ്ചി. ദിവി, വാശി കാണിക്കാതെ, ഞാൻ അല്പം ബിസിയാണ്, ജിത്തു പറഞ്ഞു. ഇന്നൊരു ദിവസമല്ലേ ജിത്തേട്ടാ, പ്ലീസ്, ദിവ്യ വീണ്ടും പറഞ്ഞു. നിനക്ക് പറഞ്ഞ മനസ്സിലായില്ലേ ദിവി? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിസിയാണെന്ന്, പിന്നെ എന്തിനെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ജിത്തു ചേറി നിന്ന് എഴുന്നേറ്റ് ദിവ്യ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടത് ദിവ്യ ഒന്ന് പേടിച്ചു. അവൾ 2 അടി പിന്നിലേക്ക് വെച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ആരെയും നോക്കാതെ അവൾ പുറത്തേക്ക് ഓടി. പുറകെ ധ്രുവം. അവളുടെ നിറഞ്ഞ കണ്ണുകളാണ് താൻ എന്താ ചെയ്തതെന്ന ബോധം ജിത്തുവിനുണ്ടാക്കിയത്. കാര്യം ഫുൾ ടൈം അടിയും വഴക്കുമാണെങ്കിലും അവൻ ദേഷ്യപ്പെടുന്നത് അവൾക്കോ അവളുടെ കണ്ണ് നിറയുന്ന അവനോ സഹിക്കില്ല. അവനെന്നല്ല ആർക്കും. ജിത്തു തലയ്ക്ക് കൈകൊടുത്ത് ബെഡിലേക്കിരുന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ പുറത്തേക്ക് ഓടി. സ്റ്റെയർ ഇറങ്ങി ആരെയും നോക്കാതെ പുറത്തേക്ക് ഓടുന്ന ജിത്തുവിനെ കണ്ട് എല്ലാവരും പരസ്പരം നോക്കി. കുറച്ചു മുൻപുള്ള ദിവ്യയുടെ പോക്കും ഇപ്പോൾ ഉള്ള ജിത്തുവിന്റെ ഓട്ടവും കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചിട്ട് അവരെല്ലാം അവരുടെ ജോലിയിലേക്ക് കടന്നു. ജിത്തു നേരെ ചെന്നത് കുളത്തിലേക്കാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവൾ ആദ്യം ചെല്ലുന്നത് അവിടേക്കാണ്. കുളത്തിന്റെ മുന്നിലെത്തിയത് അവനൊന്നു നിന്നു. പിന്നെ കിതപ്പടക്കി കുളപ്പടവിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇളം പച്ച തെളിഞ്ഞു കിടക്കുന്ന വെള്ളമാണ് കുളത്തിൽ. അതിന്റെ അങ്ങേയറ്റത്ത് മതിലിനോട് ചേർന്ന് നിറയെ നീല ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരറ്റത്തായി മുല്ലവള്ളികൾ പടർന്നു നിൽക്കുന്നു. മുല്ലപ്പൂക്കൾ കൊഴിഞ്ഞ് വെള്ളത്തിൽ വീണ് കിടപ്പുണ്ട്. കാറ്റിൽ അവയുടെ ഗന്ധം അവിടെ എങ്ങും തങ്ങി നിൽക്കുന്നു. അകത്തേക്ക് കയറിയ ജിത്തു കണ്ടു പടവിൽ കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ദിവ്യയെ. അരികിലായി ധ്രുവുണ്ട്. അവളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഏങ്ങലടികൾ അവൾ കരയുകയാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ജിത്തു പതിയെ പടവുകൾ ഇറങ്ങി. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയ ധ്രുവ് ജിത്തുവിനെ കണ്ട് എന്തോ പറയാൻ ഒരുങ്ങിയത് അവൻ കൈ ഉയർത്തി മിണ്ടല്ലേ എന്ന് കാണിച്ചു. പിന്നെ കണ്ണുകൊണ്ട് അവനോട് പൊയ്ക്കോളാനും പറഞ്ഞു. അതുകൂടി ആയതും ധ്രുവ ചിരിയോടെ പുറത്തേക്ക് നടന്നു. ധ്രുവ പോയതും ജിത്തു പതിയെ ദിവ്യയ്ക്ക് അരികിൽ വന്നിരുന്നു. അവൻ വന്നതറിഞ്ഞിട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല.
ജിത്തു പതിയെ അവൾക്കരികിലിരുന്ന് മുരടനക്കി. എന്തിനാ വന്നേ? എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഞാൻ പിണക്കാം. മുഖം ഉയർത്താതെ തന്നെ ദിവ്യ പറഞ്ഞു. അവളുടെ പരിഭവവും വിഷമവും കലർന്ന ശബ്ദം കേട്ടതും അവൻ ഒരേ നിമിഷം സങ്കടവും സന്തോഷവും തോന്നി. ജിത്തു പതിയെ അവളുടെ തോളിൽ കൈവച്ചതും അവൾ അത് തട്ടിയെറിഞ്ഞു. പതിയെ അവന്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. കുഞ്ഞാവേ. ജിത്തു ആദരമായി വിളിച്ചതും ദിവ്യ ഏങ്ങലോടെ അവന്റെ നെഞ്ചോട് ചേർന്നു. അവൻ ചെറുചിരിയാലെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീർ പതിയുന്ന തന്റെ നെഞ്ച് ചുട്ടു പൊള്ളുന്നതായി തോന്നി അവന്. ഒരു നിമിഷം അവന്റെ കണ്ണുകളും നിറഞ്ഞു. സോറി മോളെ. ഇടറുന്ന ശബ്ദത്തോടെ ജിത്തു പറഞ്ഞതും ദിവ്യ അവനോടൊന്നുകൂടെ ചേർന്ന് നിന്നു. കുഞ്ഞേട്ടാ. പറയടാ. ഇനി എന്നെ വഴക്കു പറയോ? അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നിഷ്കളങ്കമായി ചോദിക്കുന്ന അവളോട് അവന് വല്ലാത്ത വാത്സല്യം തോന്നി. ഇല്ല, സത്യം സത്യം. അവളുടെ നെറുകെ ചെറുതായി ഒന്ന് മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും ദിവ്യ അവനെ നോക്കി ചിരിച്ചു. നമുക്ക് വൈകിട്ട് പോവാട്ടോ ബീച്ചിൽ. ശരിക്കും? ശരിക്കും. ഇപ്പൊ എന്റെ മോളെ വേദനിപ്പിച്ചതിന് പകരം എന്താ വേണ്ട എന്റെ മോൾക്ക്? ജിത്തു അവളുടെ തലയിൽ തഴുകി ചോദിച്ചതും അവളുടെ കണ്ണുകൾ കുളത്തിലേക്ക് നീണ്ടു. അവളുടെ കണ്ണുകൾ പോയ വഴിയെ നോക്കിയ ജിത്തുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ ഇട്ടിരുന്ന ഷർട്ട് ഊരി പടവിൽ വെച്ച് അവൻ കുളത്തിലേക്ക് എടുത്തു ചാടി. അല്പം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയ ജിത്തുവിന്റെ വലം കൈ നിറയെ ആമ്പലുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ജിത്തു പടവുകൾ കയറി ദിവ്യയ്ക്ക് നേരെ അത് നീട്ടിയതും വിടർന്ന കണ്ണാലെ അവൾ അത് വാങ്ങി. ആഹാ, പിണക്കം മാറ്റാൻ വന്നിട്ട് നീ ഇവനെ വെള്ളത്തിൽ തള്ളിയിട്ടോ? ഹരിയുടെ ശബ്ദം കേട്ടത് ദിവ്യയും ജിത്തുവും തിരിഞ്ഞു നോക്കി. തങ്ങളെ നോക്കി ചിരിയോടെ പടവിൽ നിൽക്കുന്ന ധ്യാനെയും നന്ദനെയും ഹരിയെയും ധ്രുവിനെയും കണ്ടതും അവരുടെ ചുണ്ട് ചിരി വിരിഞ്ഞു. ഞാൻ തള്ളിയിട്ടതൊന്നുമല്ല, ഡോക്ടർ തന്നെ ചാടിയതാ. ചുണ്ടു കൂർപ്പിച്ചുള്ള ദിവ്യയുടെ പറച്ചു കേട്ടതും എല്ലാവരുടെയും ചുണ്ട് പുഞ്ചിരി വിരിഞ്ഞു. നിനക്കിപ്പ ഇതാണോ ജിത്തുട്ടാ പണി? ഡോക്ടർ പണി മോൻ നിർത്തിയോ? ധ്യാൻ ചോദിച്ചു. ദേ പോലീസെ, വലിയ ഡയലോഗ് അടിക്കല്ലേ. ഞാൻ കുളത്തിലേ ചാടിയുള്ളൂ, ഏട്ടനാണെ കിണറ്റിലും ചാടിയാനെ. ജിത്തു പറഞ്ഞു. നീ പോടാ, നിന്നെയൊക്കെ ആരാണോ ഡോക്ടറാക്കിയത്? ധ്യാൻ അവനെ പുച്ഛിച്ചു. ഏട്ടാ വേണ്ട, എന്റെ ജിത്തു ഏട്ടനെ ഒന്നും പറയണ്ട. എന്റെ ചേട്ടനെ നല്ല കലക്കൻ ഡോക്ടറാണ്. ദേവി പറഞ്ഞു. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കടി. ജിത്തു ഒന്ന് പൊങ്ങി. പിന്നെ ഇത്തിരി പൊട്ടത്തരം ഉണ്ടെന്നേ ഉള്ളൂ, അതേട്ടൻ മെയിൻറ്റെയിൻ ചെയ്തോളൂ. ആ ആർക്കടി കുരിപ്പ പൊട്ടത്തരം? അതും പറഞ്ഞ് ജിത്തു ചെവി പിടിക്കാൻ അഞ്ഞതും ദിവ്യ അവനെ തള്ളിമാറ്റി ഓടി. പുറകെ ജിത്തുവും ബാക്കി നാലും ഒരു ചിരിയോടെ അത് നോക്കി നിന്നു. വൈകുന്നേരം ആയതും എല്ലാവരും കൂടി ബീച്ചിലേക്ക് തിരിച്ചു. അവിടെ എത്തിയതും അവരെ കാത്തുന്ന പോലെ മാളുവും ഋതുവും ഉണ്ടായിരുന്നു. ഹലോ മുത്തുമണീസ്, അതും വിളിച്ച് ദിവ്യ അവർക്കരികിലേക്ക് ഓടി. ഇവളെന്താ ഇവിടെ? പ്രതീക്ഷിക്കാതെ മാളുവിനെ കണ്ടതും ഹരി വായും പൊളിച്ചു നോക്കി. ഈ ദിവ്യ പറഞ്ഞേ. ധ്രുവ ഇളിയോടെ പറഞ്ഞു. നിങ്ങളിത് ആരുടെ കാര്യമാ പറയുന്നേ? നന്ദൻ ചോദിച്ചു. അത് നന്ദേട്ടാ, ഞങ്ങളുടെ ഫ്രണ്ടാണ് ഋതുവും മാളും. ഹരിയേട്ടന്റെ സ്റ്റുഡൻസ് ആണ്, ധ്രുവ പറഞ്ഞു. ഹരി, ഇതിലേതാടാ ഞങ്ങളുടെ പെങ്ങൾ? ധ്യാൻ ചോദിച്ചു. പെങ്ങളോ? നന്ദനും ജിത്തുവും കൂടെ ചോദിച്ചു. ആ, അത് നിങ്ങൾക്കറിയില്ലേ? ധ്യാനാണ്. ഇല്ല. വീണ്ടും നന്ദനാന്റെ ജിത്തു. ആണോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. അതും പറഞ്ഞ് ധ്രുവ വള്ളി പുള്ളി വിടാതെ എല്ലാം പറഞ്ഞു. ഒപ്പം മാളുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഹരിയെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചു. നമ്മളെ കൊണ്ട് ഇത്രയേ പറ്റൂ എന്ന് പറയും പോലെ. കൊള്ളാം ഞങ്ങളുടെ പെങ്ങള്, നന്ദൻ പറഞ്ഞു. ഒന്ന് പോയ വലിയേട്ടാ, ഇതുങ്ങൾക്ക് വട്ട, ഹരി പറഞ്ഞു. ഉവ്വ ഉവ്വ. ധ്യാനൊന്ന് ആക്കി. ഏതായാലും ദിവ്യ ഏറ്റെടുത്ത സ്ഥിതിക്ക് അവൾ ഇത് സെറ്റാക്കും, ജിത്തു പറഞ്ഞു. ഉവ്വ, ഇത് സെറ്റാക്കുന്നതിന് മുമ്പേ അവൾ എല്ലാത്തിന്റെയും ചീട്ട് കീറും, ഹരി പറഞ്ഞു. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നന്ദൻ ചോദിച്ചു. മാസത്തിൽ ഒരിക്കൽ കുളക്കടവിൽ വെച്ചുള്ള സേവയില്ലേ, അതവളെ ഒറ്റുമെന്ന് പറഞ്ഞു, ഹരി പറഞ്ഞു. നീ പോടാ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ധ്യാനാണ്. ആ നോക്കിയിരുന്നു, അവൾ കഴിഞ്ഞ ദിവസം കോളേജ് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, ഹരി പറഞ്ഞു. അപ്പൊ അതാണോ അന്ന് അവൾ ഏട്ടനെ മാറ്റി നിർത്തി പറഞ്ഞത്? ധ്രുവ ചോദിച്ചു. ഹരി ഒന്ന് മോളി. സബാഷ്, ജിത്തുവാണ്. നിങ്ങൾ വരുന്നില്ലേ? ദിവ്യ തിരിഞ്ഞ് അവരെ നോക്കി ചോദിച്ചതും അഞ്ചാളും അവർക്കരികിലേക്ക് ചെന്നു. ദിവ്യ തന്നെ അവർക്ക് മാളുവിനെയും ഋതുവിനെയും പരിചയപ്പെടുത്തി. തിരികെ എല്ലാവരും കൂടി നേരെ ബീച്ചിലേക്ക് ചെന്നു. അവിടെ എത്തിയതും മാളുവും ദിവ്യയും ഋതുവും ധ്രുവം വെള്ളത്തിലേക്ക് ഇറങ്ങി കളി തുടങ്ങി. പരസ്പരം വെള്ളം തെറിപ്പിച്ച് കളിക്കുന്ന അവരെ ബാക്കി നാലും ചിരിയോടെ നോക്കി നിന്നു. അല്ലേ ഫുൾ ടൈം പുറകെ നടന്ന് സ്വസ്ഥത തരാത്തവള, എന്നിപ്പോ മൈൻഡ് ആക്കുന്ന കൂടിയില്ലല്ലോ കുട്ടിപ്പിച്ചാജ്. കടലിൽ ചുറ്റുമുള്ളതെല്ലാം മറന്ന് വെള്ളത്തിൽ കളിക്കുന്ന മാളുവിനെ നോക്കി ഹരി പെറുപെറുത്തു. വന്നപ്പോ മുതൽ കൊച്ചു ചെക്കനെ മൈൻഡ് ആക്കിയിട്ടേയില്ല. അവള് മൈൻഡ് ആക്കിയാലേ നിനക്കെന്താ? പുറകെ നിന്ന് നന്ദന്റെ ശബ്ദം കേട്ടതും ഹരി ഞെട്ടി. നശിപ്പിച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഹരി തിരിഞ്ഞു നോക്കി.
അവനെ തന്നെ നോക്കി കൈയും കെട്ടി നിൽക്കുന്ന ധ്യാനിയും നന്ദനെയും ജിത്തുവിനെയും കണ്ടത് ഹരി നന്നായി ഒന്ന് വിളിച്ചു കാണിച്ചു.